സ്പൗസിനെ കൊണ്ടുപോകണം. അതായത് ഭാര്യയെ ഹസ്ബൻഡിനെയോ ഇവർക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. എങ്ങനെയാണ് ഇതിന് സാധ്യമാവുക? അതിലേത് രാജ്യത്തേക്കാണ് സാർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? കൃത്യമായിട്ട് അവർക്കൊരു ഈ സ്പൗസ് എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് UK നമുക്ക് ഓർമ്മ വരും. UK എനിക്ക് കഴിഞ്ഞ ഒരു 1.5-2 വർഷം മുമ്പ് വരെ സ്പൗസ് ഫ്രണ്ട്ലി ആയിരുന്നു. ധാരാളം ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് UK പോയിട്ട് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട്. കഴിഞ്ഞൊരു 1-2 വർഷം മുമ്പ് UK അതിനൊരു റെസ്ട്രിക്ഷൻ വെച്ചു. അപ്പോൾ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നായപ്പം ധാരാളം ആൾക്കാർ വിദേശത്തേക്ക് പോകുന്ന പ്ലാൻ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് അങ്ങനെ നിരാശരാവേണ്ട കാര്യങ്ങളില്ല. അവർക്ക് ഈ പറയുന്ന ഫിൻലാൻഡിലേക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും അവർക്കവിടെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. ഏകദേശം 10 ലക്ഷം രൂപയാണ് ഏകദേശം കോസ്റ്റ് വരുന്നത്. ഒരു 10 മാസം 12 മാസത്തെ ചെറിയ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ആയിരിക്കും. അവർക്ക് അതിനുശേഷം അവിടെ തുടർന്ന് പഠിക്കാനും ഇനി ജോലിയുള്ള ആൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഫുൾ ടൈം ജോലിയിലേക്ക് മാറാനൊക്കെയുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു അത്യാവശ്യം വലിയൊരു രാജ്യമാണ്. സാമ്പത്തികമായിട്ടും ഈ നേരത്തെ പീസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ വളരെ ഹൈയിൽ നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിത്വാനിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ലാറ്റ്വിയ എന്ന രാജ്യത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതും വളരെ നല്ല രാജ്യം തന്നെയാണ്. അവിടെ നമുക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് സ്പൗസിനെയും കൂടെ കൊണ്ടുപോകാനുള്ളൊരു ഫെസിലിറ്റി നമുക്കുണ്ട് അവിടെ. അത് മാത്രമല്ല, അവിടെ പോകുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം ഇൻകം അല്ലെങ്കിൽ അവർക്ക് 20 hours 30 hours റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അവർക്ക് ഫുൾ ടൈം ആയിട്ട് ഈ പറയുന്ന സ്റ്റുഡൻറ്റിനാണെങ്കിലും സ്പൗസിനാണെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സോ അവിടെ തന്നെ ഫീസും കുറവാണ് കേട്ടോ. ഫീസ് ഏകദേശം ഒരു 4 ലക്ഷം രൂപയ്ക്ക് ഫീസും വരുന്നുള്ളൂ. പിന്നെ ഒബിയസ്ലി ഈ പറയുന്ന നെതർലാൻഡ്സ്, ഹോളണ്ട് എന്ന് പറയുന്ന രാജ്യം, നെതർലാൻഡ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 10 to 15 lakhs പെർ ഇയറിൽ ഫീസ് വരുന്ന ഒരു രാജ്യമാണ്. ഈ 3 രാജ്യങ്ങളാണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ ഓസ്ട്രേലിയയിലും ഇതുപോലെ തന്നെ സ്പൗസ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സ്പൗസിനെയും കൂടെ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ വിസ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ പറ്റുന്ന വരില്ല. സ്റ്റുഡൻറ്റ് അവിടെ എത്തിയതിനു ശേഷം 2ാമത്തെ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ UK ഒരു കോഴ്സ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയില്ല. ഒരു കോഴ്സ് അതിൽ റിസർച്ചിന് പോകുന്നതിന് മുമ്പായിട്ട് 1 വർഷത്തെ ഒരു മാസ്റ്റർ ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു PG പ്രോഗ്രാം ഉണ്ട്. ആ ഒരു MRES എന്നുള്ള പ്രോഗ്രാം, MRES ആ പ്രോഗ്രാമിന് പോകുകയാണെങ്കിൽ UK ആണെങ്കിൽ നമുക്ക് സ്പൗസിനെ കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കാനഡയുണ്ട്. പക്ഷെ കാനഡയിൽ അത്ര ടെക്നിക്കലി സ്പീക്കിംഗ് അവർ അനുവദിക്കുന്നുണ്ടെങ്കിൽ കൂടി വിസ സക്സസ് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിനെ പറ്റി സജസ്റ്റ് ചെയ്തൊരു കാര്യമില്ല. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ 5 രാജ്യങ്ങൾ തന്നെയായിരിക്കും ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത്.